ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. ഒന്നുകൂടെ ആവർത്തിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. അതിന്റെ അർത്ഥം വചനം ശുദ്ധീകരണത്തിനുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഒരൊറ്റ ആശയം മാത്രമാണ്. വചനം ശുദ്ധീകരിക്കുന്നതാണ്. ആ വചനം ശുദ്ധീകരിക്കുന്നത് രണ്ട് തലത്തിലാണ്. ഒന്ന്, വചനം പറയുന്നവരിൽ, രണ്ട്, വചനം കേൾക്കുന്നവരിൽ. വചനം കേൾക്കുന്നവരിലെ ശുദ്ധീകരണത്തെ കുറിച്ച് ആദ്യം നമുക്ക് ചിന്തിക്കാം. വചനം ആരോട് പറയുന്നുവോ അവര് ശുദ്ധിയുള്ളവരായിരിക്കും. അത് തന്നെയാണ് ആ വചനത്തിന്റെ നേരിട്ടുള്ള വ്യാഖ്യാനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. അപ്പൊ യേശു വചനം പറഞ്ഞതുകൊണ്ട് ആ വചനം കേട്ടവര് ശുദ്ധിയായിരിക്കുകയാണ് എന്നാണ് പറയുക. ആരോട് വചനം പറയുന്നോ അവര് ശുദ്ധിയുള്ളവരായിരിക്കും. വചനം വായന വചനം പറയല് തന്നെയാണ്. അതിൻ്റെ അകത്ത് വ്യാഖ്യാനമില്ലാതെ, അത് ഒരു അക്ഷരം പോലും മാറാതെ, ഒരു കുത്തുകോമകൾ മാറാതെ അത് നമ്മൾ പങ്കുവെക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ അത് വചനം പറയലാണ്. യേശു പറഞ്ഞ അതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇതിലൂടെ കേൾക്കുന്ന സമസ്ത മേഖലകളും ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ആ സമസ്ത മേഖലകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതിന് ഒന്നാമതായിട്ട് നമ്മുടെ പൗരാണികമായ ഒരു ശൈലി ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ചെവിട്ടോർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഒരാള് മരണത്തോടടുത്ത് കൊണ്ടിരിക്കുമ്പോൾ, അയാൾ വായു വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സുബോധം നഷ്ടപ്പെട്ടോ നഷ്ടപ്പെട്ടില്ലയോ എന്ന് അറിയാൻ പാടില്ലാത്തൊരു സ്റ്റേജില് നമ്മുടെ പൂർവികര് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ചെവിട്ടോർമ്മ ചെല്ലുക എന്നുള്ളതാണ്. അതായത് ചെകിടിന്റെ അടുത്ത് ചെന്നിട്ട് ആ ആൾക്ക് ആ കാലഘട്ടത്തില് ഏത് ഒച്ചയില് കേൾക്കാൻ പറ്റുമായിരുന്നോ അത്രയും ഒച്ചയില്, ചിലപ്പോൾ വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ പ്രായം കൂടിയതിന്റെ പശ്ചാത്തലത്തിൽ ചെവിട് കേൾക്കാൻ പറ്റാത്തതാണ് ഇത്തിരി ഒച്ചയിൽ ചെല്ലും. ചെവിട് കേൾക്കുന്നയാളാണെങ്കിൽ കുറച്ച് ശബ്ദം താഴ്ത്തി ചൊല്ലും. അപ്പൊ ആ ചെവിട്ടോർമ്മ ചെല്ലുന്നത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, നമ്മുടെ അടിസ്ഥാന നമസ്കാരങ്ങൾ. രണ്ട്, സുഹൃത ജപങ്ങള്. മൂന്ന്, വചനങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് ചൊല്ലിയിരുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും വചനത്തിന്റെ അടിത്തറയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങള്, പ്രാർത്ഥനകള് വചനത്തിന്റെ അടിത്തറയിലാണ്. നമ്മുടെ സുഹൃത ജപങ്ങൾ മിക്കവാറും വചനത്തിന്റെ അടിത്തറയിലാണ്. പിന്നെ വചനം പറയുമ്പോൾ വചനം തന്നെയാണ്. അപ്പൊ ഈ ചെവിട്ടോർമ്മയിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തില് വന്നു ഭവിച്ചിട്ടുള്ള പോരായ്മകളെ പരിഹരിച്ച് ആ ആളെ ശുദ്ധീകരിക്കുകയാണ്. ആ ചെവിട്ടോർമ്മകള് ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ഇന്നത്തെ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നല്ല മരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നത് കൂടുതൽ അഭിലഷണീയമാണ്. ഇതൊരു പൗരോഹിത്യ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നതാണ്. കാരണം ഇന്ന് പലരും അന്തിമ നാളിലേക്ക് എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അത്രയും രോഗാതുരമായി കഴിയുമ്പോൾ ആ വ്യക്തി കുറേയേറെ നാള് പലപ്പോഴും നരയിച്ചു കിടക്കുന്ന കാണാറുണ്ട്. ആ നരയിച്ചു കിടക്കുമ്പോഴൊക്കെ വീട്ടുകാർ അസ്വസ്ഥപ്പെടുന്നത് ഈ വ്യക്തിയുടെ കാര്യങ്ങളിൽ തീരുമാനമായില്ലോ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ആ തീരുമാനമാകാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചെവിട്ടോർമ്മകൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം വചനം കൊണ്ട് ആ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ഒരു ദൗത്യം, ശുദ്ധീകരിക്കേണ്ട ഒരു ദൗത്യം നമ്മുടെ പൂർവികര് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യാതെ പോകുമ്പോൾ അയാൾ ശുദ്ധീകരിക്കപ്പെടാതെ പോകുന്നു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടാതെ പോകുമ്പോൾ അയാളുടെ നരകയാതന കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന പരാതികളിൽ ഒന്നാണ്, പല പരാതികളിൽ ഒന്നാണ്. അച്ഛന് രക്ഷപ്പെടാൻ സാധ്യതയില്ല, പക്ഷെ ഒന്നും തീരുമാനമാവുന്നില്ല, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, പല കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്, ഈ ചെവിട്ടോർമ്മയെ ഒന്ന് നമ്മൾ പുനർജീവിപ്പിക്കേണ്ടത്. അത് പുനർജീവിപ്പിക്കണം എന്ന് പറയുമ്പോൾ വചനം വായിക്കുന്ന നമ്മൾ ആ ചെവിട്ടോർമ്മകളുടെ വചന
വചന വായനയുടെ വചനം പറയുന്നതിന്റെ താത്വികമായ അടിത്തറ മനസ്സിലാക്കണം. ഏതൊരു മനുഷ്യനെയും ശുദ്ധീകരിക്കാനായിട്ടുള്ള ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ കാര്യമാണ് ചെറുത്തോർമ്മ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെറുത്തോർമ്മയിലൂടെ നമ്മൾ ചെയ്യുന്നത്, ആ മനുഷ്യനെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. അത് ഏതൊരു മനുഷ്യനെയും ശുദ്ധീകരിക്കുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ ബന്ധുക്കള്, എൻ്റെ അയൽവക്കക്കാര്, ഇവരൊക്കെ അശുദ്ധമായ ജീവിതത്തിലാണ് എന്ന് വിചാരിക്കുമ്പോൾ അവർ കേൾക്കുകയും കേൾക്കാതെയും വചനം പറയാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ അവർ ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ് ഈ വചന വായന എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന വചനം അവർ കേൾക്കുന്നില്ലായിരിക്കാം, ഒരു പക്ഷേ കേൾക്കുന്നുണ്ടാകാം. കേൾക്കുന്നവരിലും കേൾക്കാത്തവരിലും നീ ആർക്കു വേണ്ടി വചനം പറയുന്നുവോ ആ മനുഷ്യര് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് ഒന്നാമത്തെ അർത്ഥം. ഇനി വചനം മാത്രമാണോ? ലോകത്തോട് നമ്മൾ വചനം പറയുമ്പോൾ ലോകം ശുദ്ധീകരിക്കപ്പെടും. ക്രിസ്തു പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഓർക്കുന്നത് നല്ലതാ. എല്ലാ സൃഷ്ടികളോടും നീ സുവിശേഷം പ്രസംഗിക്കണം. എല്ലാ സൃഷ്ടികളോടും എന്ന് വെച്ചാൽ മനുഷ്യൻ മാത്രമല്ല, ഈ സമസ്ത ജീവജാലങ്ങളിലോടും നമ്മൾ സുവിശേഷം പ്രസംഗിക്കേണ്ടത്. വളരെ തമാശയ്ക്ക് ഒന്ന് പരിശീലിച്ച് നോക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു സസ്യം, ആ സസ്യം ഫലമണിയുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത് ചെന്ന് വചനം വായിക്കുക, വചനം ചെയ്യാമെന്ന്, ആ സസ്യം തീർച്ചയായിട്ടും ഫലമണിഞ്ഞിരിക്കും. അത് ചില ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങൾക്ക് ആണയിട്ട് അതിന് സാക്ഷ്യം പറയാൻ തയ്യാറാണ്. അപ്പോൾ വചനം പറയുമ്പോൾ ഇവിടുത്തെ ജീവജാലങ്ങള് ഫലമണിയും. തവളപ്പാറ ഇടവയിലായിരുന്ന കാലത്ത് അവിടുത്തെ പള്ളിയുടെ പുറകിൽ നിന്നിരുന്നൊരു മാവ് 10-22 വർഷമായിട്ടും കായ്ക്കാതായി കഴിഞ്ഞപ്പോൾ ചെയ്തൊരു നടപടിക്രമം ഇതാണ്: അതിൻ്റെ അടുത്ത് പോയി വചനം വായിക്കുക എന്നുള്ളത്. കുട്ടികളെ അതിൻ്റെ അടുത്ത് പോയി നിർത്തിയിട്ട് വചനം വായിപ്പിച്ചു. ഈ വചനം കൊണ്ട് ആ മാവില് ഫലമുണ്ടായില്ലെങ്കിൽ അത് വെട്ടിക്കളയാൻ തീരുമാനിച്ചു. പിറ്റേ വർഷം അത്ഭുതകരമായിട്ട് ആ മാവില് ഫലമുണ്ടായി. അത് വായിച്ച കുട്ടികള് CML സംഘടനയിലെ കുട്ടികളായതുകൊണ്ട് അവിടെ കൊച്ചു ത്രേസ്യയുടെ രൂപം വെച്ചിട്ട് അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ആചാരം ഇന്ന് നിലനിൽക്കുക. ഞാൻ പറഞ്ഞത്, സമസ്ത സൃഷ്ടികളോടും വചനം പറയുമ്പോൾ ശുദ്ധി ഉണ്ടാകും. ആ സസ്യത്തിൽ കയറിയ അഴുക്ക് അല്ലെങ്കിൽ ആ സസ്യത്തെ ഫലമണിയിപ്പിക്കാതെ പോയ അശുദ്ധി എന്താണോ അത് അതിൽ നിന്ന് ഇല്ലാതായി തീരും എന്നുള്ളതാണ്. സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ദൈവം സൃഷ്ടിച്ചത് മാത്രമല്ല, ദൈവം സൃഷ്ടിച്ചവരിലൂടെ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനോടും എന്നും കൂടി അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം, നമ്മള് ഇപ്പോഴ് വചനം വായിക്കുന്നത് മൊബൈലിലോ അല്ലെങ്കിൽ നെറ്റിലൂടെയൊക്കെയാണ്. അപ്പോൾ ഈ മൊബൈലിനോട് നമ്മൾ വചനം പ്രഘോഷിക്കുക. നമുക്കറിയാം, മൊബൈലിൽ ഒരുപാട് അശുദ്ധിയുടെ തലങ്ങളുണ്ട്. ഈ ഒരുപാട് അശുദ്ധിയുടെ തലങ്ങളിൽ ഇതിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് ഈ വചന വായനയിലൂടെ സാധ്യതമാകുന്നുണ്ട് എന്ന് മറക്കാതിരിക്കുക. നമ്മുടെ മൊബൈലിനെ വെറുതെ ഒരു തമാശയ്ക്ക് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കുട്ടികള് മൊബൈലിനെ ദുരുപയോഗം ചെയ്യുകയാണ്. ആ കുട്ടികളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ ഈ വചനം വായിച്ചു നോക്കിയേ. ആ മൊബൈലില് അശുദ്ധിയുടെ സാധ്യതകൾ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇല്ലാതാകും എന്ന് എനിക്ക് തെളിവ് കിട്ടിയിട്ടില്ല, കുറയുന്നതായിട്ട് എനിക്ക് തെളിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് പറയുന്നത്, നമ്മുടെ മൊബൈലിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്, നമ്മുടെ ഇന്റർനെറ്റിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മൊബൈലിലേക്ക് വരുന്നത് നെറ്റിലൂടെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ നെറ്റിൽ ഒരുപാട് അശുദ്ധികളുണ്ട്. ഈ അശുദ്ധികളെ നമ്മൾ ഈ ഇന്റർനെറ്റിലൂടെയും അല്ലെങ്കിൽ ഈ ഹൈടെക് മേഖലകളിലൂടെ നമ്മൾ ഇടപെടുമ്പോൾ അത് ശുദ്ധീകരിക്കാം. സാമൂഹ്യ മാധ്യമങ്ങൾ, ഈ എല്ലാ മാധ്യമങ്ങളിലും ഒട്ടേറെ അശുദ്ധികൾ വരുന്നുണ്ട്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന, മത വർഗ ജാതി വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശ്വാസികള്
ബാക്കിയുള്ള തലപ്പത്തുള്ളവര് ഒക്കെ അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ നമ്മള് ഈ വചനം വായിക്കുന്നതിലൂടെ അതിനെ കുറെയൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിന്റെ ഏതെങ്കിലുമൊക്കെ അംശങ്ങളെ കഴുകാനായിട്ട് പറ്റുന്നുണ്ട്. സ്നാനം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയ അതിലുള്ള തിന്മയേക്കാൾ കുറവായിരിക്കുമ്പോൾ ശുദ്ധീകരണം പൂർണ്ണമാകില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്നെ കൊണ്ട് ഒരാളുടെ അല്ലെങ്കിൽ ഒരു പാത്രത്തിന്റെ ഉള്ളു മാത്രമേ കഴുകാൻ പറ്റിയല്ലോ, ഓക്കെ, ഉള്ളു കഴുകാൻ പറ്റിയില്ലോ, പുറം കഴുകാൻ ഉണ്ടെങ്കിലും ഉള്ളു കഴുകാൻ പറ്റിയല്ലോ. എവിടെയെങ്കിലും ഒരു അംശത്തെ കഴുകാൻ പറ്റി, ശുദ്ധീകരിക്കാൻ പറ്റി എന്നുള്ളതിൽ നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറും. ഇനി ശ്രോതാക്കളോട് എന്ന് പറയുമ്പോൾ നമ്മുടെ വചനം ശ്രോതാക്കൾ ആരൊക്കെയാണ്? നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം അത് കേൾക്കുന്നുണ്ട്, കുടുംബത്തിലെ അംഗങ്ങൾ കേൾക്കുന്നുണ്ട്. ആ കുടുംബത്തിലെ അംഗങ്ങൾ ശുദ്ധിയുള്ളവരായിട്ട് മാറും. നമ്മൾ ഈ വചനം ഇങ്ങനെ വായനയുണ്ട്, നിങ്ങൾ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കണം, കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബന്ധുക്കളെ ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ കുടുംബം ശുദ്ധിയുള്ളവരായിട്ട് മാറും. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണത്. ഞാൻ വചനം വായിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് അതിൽ തന്നെ തൃപ്തരായാൽ പോരാ, നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഈ കാര്യം അറിയിക്കുകയും അവർക്ക് നമുക്ക് ഈ ലിങ്കിന് ഒരു തടസ്സവും ഇതിന്റെ നമ്മുടെ ചെറിയചാണ്ട മോള് ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഏതൊരു ആളെയും ഇതിന്റെ അകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ കേൾപ്പിക്കാം. അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിലേക്ക് ആ ചാനലിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിലൂടെ വചനം കേൾക്കുമ്പോൾ ആ കുടുംബം ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ ഇങ്ങനെ ഈ നാടിനെയും ഇടവകയെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ഒക്കെ ശുദ്ധീകരിക്കുന്നതാണ് വചനം കേൾക്കുന്നതിലൂടെ. ഇനി വചനം പറയുന്ന നമ്മളിൽ എങ്ങനെയാണ് ശുദ്ധി ഉണ്ടാകുന്നത്? മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തില് പറയുന്ന ഒരു കാര്യമുണ്ട്. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. വായിൽ നിന്ന് വരുന്നതാണ്, വായിലേക്ക് പോകുന്നതല്ല ഒരുത്തിനെ അശുദ്ധനാക്കുന്നത് എന്ന് പറയുന്നതിന്റെ ആ വചനത്തിന്റെ, ക്രിസ്തു പറഞ്ഞ വചനത്തിന്റെ നേർ വിപരീത അർത്ഥം ഒന്ന് എടുത്തു നോക്കുക. വായിൽ നിന്ന് വരുന്നതാണ് ഒരുത്തിനെ അശുദ്ധനാക്കുന്നതെങ്കിൽ അത് തന്നെയല്ലേ ശുദ്ധമാക്കുന്നത്. അപ്പൊ എന്നെ ശുദ്ധമാക്കുന്നത് എന്താ? എന്നെ ശുദ്ധമാക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമാണ് ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞത്, അത് എൻ്റെ വായിൽ നിന്ന് നല്ലത് പുറപ്പെടുക എന്നുള്ള. നല്ലത് പുറപ്പെടുന്നതിൽ ഏറ്റവും നല്ലത് ഏതാ? നല്ല വാക്കുകള്, പ്രോത്സാഹനങ്ങൾ, ഇതൊക്കെ നല്ലത് തന്നെയാണ്. ആ നല്ല വാക്കുകളേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നല്ലത് ഏതാ? തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം തന്നെയാണ്. അപ്പോ നന്മയിൽ തന്നെ ഏറ്റവും ഉദാത്തമായ നന്മ എന്നിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ തന്നെയാണ് ശുദ്ധീകരിക്കപ്പെടുക. അപ്പൊ ഈ വചന വായന എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഈ വചനത്തിന്റെ അതിന്റെ കുറച്ചുകൂടി ഡെപ്ത് മറ്റൊരു അവസരത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്. വചനം അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോ ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന വചനം അത് ശുദ്ധമാണ്. അപ്പൊ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ശുദ്ധമാകണമെങ്കിൽ എന്തായിരിക്കണം? ഹൃദയം ശുദ്ധമാകണം. ഹൃദയം ശുദ്ധമാകണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം വായിക്കണം. അപ്പോ ഈ ഹൃദയം ശുദ്ധമാക്കാൻ ഞാൻ വചനം വായിക്കണം. ആ വചനം എന്നെ ശുദ്ധമാക്കണമെങ്കിൽ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടണം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. എൻ്റെ ഹൃദയം ശുദ്ധമാക്കണമെങ്കിൽ ഞാൻ വചനം വായിച്ചാൽ എൻ്റെ ഹൃദയം ശുദ്ധമാകും. പക്ഷെ ആ വചനം വായിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കണ്ണുകൊണ്ട് വായിച്ചാൽ പോരാ, അത് പുറത്തേക്ക് വരുമ്പോൾ അത് എന്നെ തന്നെ ഹൃദയം മാത്രം ശുദ്ധമായാൽ പോരാ, എന്നെ തന്നെ ശുദ്ധമാക്കണം. അപ്പോൾ സമ്പൂർണ്ണ ശുദ്ധീകരണമാണ് ഒരു വചന വായനയിൽ നടക്കുന്നതെന്നർത്ഥം. ഹൃദയം ശുദ്ധീകരിക്കാൻ സൈലന്റ് ആയിട്ട് വായിച്ചാൽ മതി. പക്ഷേ ശബ്ദത്തിൽ വായിച്ചാൽ അത് അവനവനെ തന്നെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കുമെന്നർത്ഥം. ഇങ്ങനെ അവനവനെ ശുദ്ധീകരിക്കുകയും ഈ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുകയും നമ്മുടെ കുടുംബത്തെ ശുദ്ധീകരിക്കുകയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരെ ശുദ്ധീകരിക്കുകയും ഈ സമസ്ത സൃഷ്ടികളെയും ശുദ്ധീകരിക്കുകയും
ഇന്നത്തെ ഏറ്റവും തിന്മയുള്ള മേഖലയായ ഇന്റർനെറ്റ്, മൊബൈല്, അല്ലെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങള്, ഇതിന്റെയൊക്കെ ശുദ്ധീകരണവും ഈ നമ്മുടെ ഈ വചന വായനയിലൂടെ നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ഈ ശുദ്ധീകരണ പ്രക്രിയ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.